ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു മഞ്ഞൾ പ്രഭാതമാണ് കേട്ടോ. മഞ്ഞൾ പറിക്കാൻ പോയതിൻ്റെ വിശേഷം പറയുകയാണ്. അപ്പോൾ ഇത് 2 ദിവസം മുമ്പ് പറിച്ചെടുത്ത മഞ്ഞളാണ്. അതിനെല്ലാം പെറുക്കിയെടുക്കുകയാണ്. അന്നത്തെ ദിവസം എനിക്ക് പെറുക്കിയെടുക്കാൻ സമയം കിട്ടിയില്ല, അങ്ങനെ കളച്ചിട്ടിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ചേമ്പിൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു പപ്പായ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും പറിച്ച് കൊട്ടയിൽ വെച്ച് ഇതാക്കണ്ട. ഇതാണ് ചേമ്പുകൾ കേട്ടോ. ചെറിയ ചേമ്പും വലിയ ചേമ്പൊക്കെ ഉണ്ട്. ഇത് മഞ്ഞൾ കളക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നപ്പോൾ അതും കളച്ചെടുത്താണ്. ഇനി അത് മണ്ണൊക്കെ ഇതാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഇതാ കണ്ടോ. അപ്പോൾ ഇനി ബാക്കി കുറച്ച് മഞ്ഞളും കൂടെ കളച്ചെടുക്കാനുണ്ട്. ഇനി വേറെ ഉണ്ട്. ഇത് ഒരു പ്രാവശ്യം പുഴുങ്ങാനുള്ളതാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് മഞ്ഞളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കുകയില്ല കേട്ടോ. ഇതേപോലെ കളച്ചെടുത്ത് പുഴുങ്ങി ഉണക്കി നമ്മളെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കും. ഇത് അത്യാവശ്യം കിട്ടി. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ വിത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുളക് എടുക്കുന്നത്. നല്ല മുളകാണ്, നിറയെ തിങ്ങി കായ്ക്കുന്ന മുളകാണ്. അതാ കണ്ടോ. അപ്പോൾ ആ മുളകും പറിച്ചെടുത്ത് ഇതാ കണ്ടോ. മഞ്ഞൾ കളച്ച സ്ഥലങ്ങളാണ് കേട്ടോ. ഇനി ഇതിൽ ഈ കരിയിലെല്ലാം അടിച്ച് കൂട്ടി മണ്ണോട്ട് വീണ്ടും നമ്മൾ മഞ്ഞൾ അവിടെ തന്നെ നടും. ഈ മഞ്ഞളിന് വേറെ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഇലകളില്ലേ, ഈ ചപ്പും ഇലകളെല്ലാം കൂട്ടിയാൽ മതി. ഇതാ കണ്ടോ. പറിച്ചെടുത്ത മഞ്ഞൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ വേർതിരിച്ചു കേട്ടോ. വേർതിരിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചു. അങ്ങനെ ഇത് അടുപ്പിൽ പുഴുങ്ങാൻ വെച്ചതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ പപ്പായനെ മൊത്തം അങ്ങോട്ട് മുറിച്ച് കഴിച്ചു. കണ്ടോ, മഞ്ഞൾ അങ്ങനെ പുഴുങ്ങിയെടുത്തു കേട്ടോ. മഞ്ഞൾ പുഴുങ്ങിയതിന് ഇനി പീസാക്കണം, എന്നിട്ടാണ് നമ്മൾ ഉണങ്ങാനിടുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.